ക്രിയ വെർബ് ഇംഗ്ലീഷ് പഠിക്കാനുള്ള താക്കോൽ. ക്രിയ എന്നത് ഒരാൾ, വസ്തു അല്ലെങ്കിൽ മൃഗം എന്ത് ചെയ്യുന്നു എന്നോ എങ്ങനെ ഉള്ളാട്ടു എന്നോ പറയുന്ന വാക്കുകളാണ്. 1. ക്രിയ എന്നത് എന്ത്? വെർബ് പരിചയം. പണി കാണിക്കുന്ന വാക്കുകൾ വായിക്കുക, എഴുതുക, ഓടുക, ചിരിക്കുക. നില കാണിക്കുന്ന വാക്കുകൾ ആണ്, ഉണ്ട്, ആയിരുന്നു, പോലെ തോന്നുന്നു. ഉദാഹരണങ്ങൾ: റാം വായിക്കുന്നു. റാം സ്റ്റഡീസ്. അവൾ സന്തോഷത്തിലാണ്. ഷീ ഈസ് ഹാപ്പി. കുട്ടികൾ ചിരിക്കുന്നു. ചിൽഡ്രൻ ആർ ലാഫിംഗ്. 2. ക്രിയയുടെ പ്രധാന തരം. 1. പ്രവൃത്തി കാണിക്കുന്ന ക്രിയകൾ ആക്ഷൻ വെർബ്സ്. ശാരീരിക പ്രവൃത്തികൾ നടക്കുക, ചാടിക്കയറുക, എഴുതുക. മാനസിക പ്രവൃത്തികൾ ചിന്തിക്കുക, മനസ്സിലാക്കുക, ഓർമ്മിക്കുക. ഉദാഹരണങ്ങൾ: അവൻ ഓടുന്നു. ഹീ റൺസ്. ഞാൻ ഈ ചോദ്യം മനസ്സിലാക്കുന്നു. ഐ അണ്ടർസ്റ്റാൻഡ് ദിസ് ക്വസ്റ്റ്യൻ. 2. സഹായക ക്രിയകൾ ഹെൽപ്പിംഗ് വെർബ്സ്. ഇവ പ്രധാന ക്രിയകളുടെ കൂടെ വരുന്നു, ആണ്, ഉണ്ട്, ആയിരുന്നു, കഴിയും, വേണം. ഉദാഹരണങ്ങൾ: അവൻ കളിക്കുകയാണ്. ഹീ ഈസ് പ്ലേയിങ്. എനിക്ക് പോകണം. ഐ ഷുഡ് ഗോ. 3. ബന്ധിപ്പിക്കുന്ന ക്രിയകൾ ലിങ്കിംഗ് വെർബ്സ്. ഇവ വ്യക്തിയെ അല്ലെങ്കിൽ വസ്തുവിനെ കുറിച്ചുള്ള വിവരം കൂട്ടിച്ചേർക്കുന്നു, ആണ്, പോലെ തോന്നുന്നു, ആകുന്നു. ഉദാഹരണങ്ങൾ: ഈ പൂവ് സുന്ദരമാണ്. ദിസ് ഫ്ലവർ ഈസ് ബ്യൂട്ടിഫുൾ. അവൻ ഡോക്ടർ ആയി. ഹീ ബിക്കേം എ ഡോക്ടർ. 3. ക്രിയയുടെ രൂപങ്ങൾ വെർബ് ഫോംസ്. ഇംഗ്ലീഷിൽ ഓരോ ക്രിയയ്ക്കും 3 രൂപങ്ങളുണ്ട്. 1. ആദ്യം രൂപം V1 അടിസ്ഥാന രൂപം, ഉദാഹരണം ഈറ്റ്, ഗോ, റൈറ്റ്. 2. രണ്ടാം രൂപം V2 ഭൂതകാലം, ഉദാഹരണം ഏറ്റ്, വെന്റ്, റോഡ്. 3. മൂന്നാം രൂപം V3 പൂർണ്ണകാലം, ഉദാഹരണം ഈട്ടൻ, ഗോൺ, റിട്ടൺ. ഉദാഹരണങ്ങൾ: ഞാൻ പ്രതിദിനം കഴിക്കുന്നു. ഐ ഈറ്റ് ഡെയിലി. ഞാൻ ഇന്നലെ കഴിച്ചു. ഐ ഏറ്റ് യെസ്റ്റർഡേ. ഞാൻ ആപ്പിൾ കഴിച്ചു കഴിഞ്ഞു. ഐ ഹാവ് ഈറ്റൻ ദ ആപ്പിൾ. 4. കാലങ്ങൾ ടെൻസസ് സമയത്തിന് അനുസരിച്ച് ക്രിയ. 1. വർത്തമാനകാലം പ്രസന്റ്. ഞാൻ കളിക്കുന്നു. ഐ പ്ലേ. 2. ഭൂതകാലം പാസ്റ്റ്. ഞാൻ കളിച്ചു. ഐ പ്ലേഡ്. 3. ഭാവികാലം ഫ്യൂച്ചർ. ഞാൻ കളിക്കും. ഐ വിൽ പ്ലേ. 5. അഭ്യാസത്തിനായി രസകരമായ പ്രവർത്തനങ്ങൾ. 1. ക്രിയ വേട്ട. നിങ്ങളുടെ ചുറ്റുപാട് 5 ക്രിയകൾ കണ്ടെത്തുക, ഉദാഹരണം ഇരിക്കുക, വായിക്കുക, ചിരിക്കുക. 2. കാലം മാറ്റുക. ഞാൻ പാട്ട് പാടുന്നു എന്നത് ഭൂതകാലത്തിലും ഭാവികാലത്തിലും മാറ്റുക. 3. വാക്യങ്ങൾ നിർമ്മിക്കുക. ഒരു ക്രിയയുടെ 3 രൂപങ്ങൾ ഉപയോഗിച്ച് വാക്യങ്ങൾ നിർമ്മിക്കുക. ഉത്തരം: ഭൂതകാലം ഞാൻ പാട്ട് പാടി. ഐ സെങ് എ സോങ്. ഭാവികാലം ഞാൻ പാട്ട് പാടും. ഐ വിൽ സിങ് എ സോങ്. 6. ക്രിയ എന്തുകൊണ്ട് പ്രധാനമാണ്? 1. ഒരേയൊരു വാക്യത്തിന്റെ ആത്മാവ് ക്രിയയില്ലാതെ വാക്യം അപൂർണമായിരിക്കും. 2. സമയമറിയാൻ സഹായം. പ്രവർത്തനം എപ്പോൾ നടന്നു എന്നത് ക്രിയയിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. 3. ഇംഗ്ലീഷ് സംസാരിക്കാൻ സഹായം. ശരിയായ വ്യാകരണത്തിനായി ക്രിയകൾ അറിയേണ്ടത് ആവശ്യമാണ്. ക്രിയകൾ പഠിക്കൂ, ഇംഗ്ലീഷ് എളുപ്പമാക്കൂ.